അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള രക്ഷിതാക്കളെ, മക്കളെ, നാളെ നമ്മുടെ 2ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ലിസാനാണ്. അപ്പോൾ ചെറിയ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് പരീക്ഷ എഴുതേണ്ട രൂപങ്ങളും അതുപോലെ തന്നെ ചെറിയ നിലക്കുള്ള ഒരു റിവിഷനും കൂടിയാണ് ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ ചോദിച്ചാൽ മതി, കമൻറ്റിലായിട്ട് ചോദിക്കുക. വളരെ സിമ്പിളായിട്ട് രക്ഷിതാക്കൾക്ക് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ കഴിയും. മക്കളൊക്കെ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ മക്കളെ നല്ല ഉഷാറായിട്ട് നമുക്ക് പരീക്ഷ എഴുതണം. ഉമ്മ പറയുന്നത് പോലെ എന്ത് ചെയ്യണം? ഇപ്പം നമ്മൾ ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണിക്കുന്നത് പോലെ ഉത്തരങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഉത്തരങ്ങൾ എന്ത് ചെയ്യുക, ഒരു പേപ്പറിലൊക്കെ എന്ത് ചെയ്യുക, നോട്ടിൻ്റെ ബാക്കിലൊക്കെ ആയിട്ട് എന്ത് ചെയ്യുക, എഴുതി പഠിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നല്ല ഉഷാറായിട്ട് ലിസാന് വളരെ എളുപ്പം നമുക്ക് എഴുതാൻ കഴിയും. ചിലത് വരച്ച് കൊടുക്കാനുണ്ടാവും, ചിലത് എടുത്ത് എഴുതാനുണ്ടാവും, ബ്രാക്കറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ടാവും, ബോക്സിലൊക്കെ. അപ്പോൾ എഴുതേണ്ട രൂപം എങ്ങനെയെന്നുള്ളത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് എഴുതാം. പ്രത്യേകിച്ച് രക്ഷിതാക്കൾക്കൊക്കെ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ വളരെ എളുപ്പത്തിൽ പറഞ്ഞു കൊടുക്കാം. വളരെ 4 പാടേ ഉള്ളൂ അല്ലേ, കുറഞ്ഞ പാടേ ഉള്ളൂ. അപ്പോൾ ആ ഉള്ള പാഠം എന്ത് ചെയ്യുക, നല്ല ഉഷാറായിട്ട് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, നല്ല ഓർമ്മശക്തി അള്ളാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇതിൽ 4 ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ തിരിയുണ്ടല്ലോ അല്ലേ? ആ ഫോട്ടോയുടെ നേരെ എന്ത് ചെയ്യണം, അതിൻ്റെ പേരിലേക്ക് ചേർത്ത് വരച്ചു കൊടുത്താൽ മതി. വളരെ സിമ്പിളാണ്. ആദ്യത്തെ മാങ്ങയാണ്. മാങ്ങക്ക് പറയുന്ന പേരെന്താണ്? അർണബ് എന്നാണോ? മക്കളെ ഒന്ന് കാണിച്ചു കൊടുക്കി. ഏതാണ് മാങ്ങക്ക് യോജിച്ച? ഏതാണ്? സിഞ്ചാബ്, ദജാജത്തുൻ, മാഞ്ച. നമ്മൾ പഠിച്ചിട്ടുണ്ട് മാഞ്ച. മാഞ്ചയിലേക്ക് നേരെ വരച്ചു കൊടുക്കുക. പിന്നെ ഏതാണ്? ഇപ്പോൾ വലത് ഭാഗത്തുള്ള കോഴിയുണ്ട് അല്ലേ? ഏതാണ് കോഴി? പിടക്കോഴിയാണ്, മുട്ടക്കോഴിയാണ്. അതിന് പറയുന്ന പേരെന്താണ്? അർണബ് എന്നാണോ? അല്ല. സിഞ്ചാബാണോ? അതുമല്ല. ദജാജത്തുൻ. അപ്പം ദജാജത്തിലേക്ക് വരച്ചു കൊടുക്കുക. നേരെ ഒരു വരട് വരച്ചാൽ മതി. പിന്നെയുള്ളത് ഇപ്പുറത്ത് ഏതാ? പൂച്ചയാണത്? പൂച്ചല്ലേ? പൂച്ചയാണത്? അല്ല, അത് അർണബാണ്, മുയലാണ് അല്ലേ? മുയലിന് എന്താ പറയുക? അർണബ് അല്ലേ? അർണബിലേക്കാണ്, നേരെ തന്നെയാണ്. അപ്പം നേരെ വരച്ചു കൊടുത്താൽ മതി. പിന്നെയുള്ള താഴെയുള്ളത് അത് പൂച്ചയാണോ? അത് പൂച്ചൊന്നല്ല, അത് അണ്ണാനാണ് അല്ലേ? കണ്ടാ തിരിയില്ലേ? അണ്ണാനാണ് അല്ലേ? അണ്ണാൻ എന്നല്ല പറയാ എല്ലാ നാട്ടിലും. അതിന് ഏതായാലും അറബിയിൽ പറയുന്ന പേരെന്താണ്? സിഞ്ചാബുൻ. എന്താ പറയാ? സിഞ്ചാബുൻ. 4 അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചു കൊടുത്താൽ മതി. നല്ല ഉഷാറായിട്ട് 4 മാർക്ക് കിട്ടും ഇൻഷാ അല്ലാഹ്. ഇനി അടുത്തത് ചോദ്യം കണ്ടില്ലേ? ഈ ചോദ്യം എന്ത് ചെയ്യാ? ചോദ്യം കണ്ടു. ഇനി എന്ത് ചെയ്യണം? ഇത് ഹാദാ ഹാദിഹി വളരെ എളുപ്പമാണ്. ഹാദാ ഹാദി ഈ രണ്ടിൻ്റെ അർത്ഥം എന്താ? ഹാദാ എന്ന് പറഞ്ഞാലും ഹാദിഹി എന്ന് പറഞ്ഞാലും ഇത് എന്നാണ് അർത്ഥം അല്ലേ? ഹാദാ ഇത്. ഹാദാ ഖലമുൻ ഇത് പേനയാണ്. ഹാദാ മിർസമുൻ ഇത് പെൻസിലാണ്. ഹാദാ കിതാബുൻ ഇത് പുസ്തകമാണ്. ഹാദാ കിതാബുൻ ഇത് പുസ്തകമാണ്. ഹാദിഹി ഷംസിയത്തുൻ ഇത് കുടയാണ്, അല്ലെങ്കിൽ മിളല്ലത്തുൻ എന്ന് പറയും അല്ലേ? ഇത് കുടയാണ്. ഇവിടൊക്കെ എന്താണ്? എപ്പോഴാണ് ഹാദ ഉപയോഗിക്കുക, എപ്പോഴാണ് ഹാദിഹി ഉപയോഗിക്കുക? രണ്ടിനും അർത്ഥം ഒന്ന് തന്നെ. പിന്നെ അത് രണ്ടും ഒന്നുപോലെ പറ്റൂല. വസ്തുക്കളിൽ അല്ലെങ്കിൽ ആളുകളിൽ ആണും പെണ്ണുമുണ്ട്. ഹാദ ആണാണ്, ഹാദിഹി പെണ്ണാണ്. മാറാൻ പാടില്ല. നേരെ തിരിച്ചു തന്നു. ഹാദിഹി ആദ്യം തന്നു, പിന്നത്തെ ബോക്സിൽ ഹാദയാണ്. അപ്പോൾ മാറാൻ പാടില്ല. അപ്പൊ പെണ്ണ് ആണെന്നായിരിക്കും. ഇപ്പൊ ഉള്ളത് ആണ് പെണ്ണ്. ഹാദ ഹാദിഹി. അപ്പൊ ആണും പെണ്ണും എങ്ങനെ വേഗം തീരും അല്ലേ? ആണും പെണ്ണും വേഗം തീരും. അവസാനത്തില് ആത്തുൻ കണ്ടില്ലേ? ആത്തുൻ ഷജറത്തുൻ, അതിലൊരു തുന്ന് കണ്ടില്ലേ? ഇങ്ങനെയുള്ള വാക്കുകൾ മുഴുവനും പെണ്ണാണ്. അതില്ലാത്തത് മുഴുവനും ആണുമാണ്. ചെറിയ മാറ്റങ്ങളുണ്ട് അല്ലേ? അധികം പദങ്ങളും എന്താണ്? തുന്നിൽ വരുന്നൊക്കെ പെണ്ണാണ്, അതില്ലാത്തത് ആണാണ്. അപ്പോൾ നോക്കി, ബാബു എന്നുള്ളത് എന്താണ്? ഹാദയുടെ നേരെ താഴെ എഴുതി കൊടുക്കണം, കാരണം അതിൽ തുന്നില്ല അല്ലേ? അപ്പോൾ ഹാദാ ബാബു എന്ന് പറയാം. ഹാദാ ഷജറത്തുൻ എന്ന് പറയുമോ? ഇല്ല, കാരണം അതിൻ്റെ അവസാനത്തിൽ തുന്നുണ്ട്. അപ്പോൾ ഒന്ന് കാണിച്ചു കൊടുക്കി.
ഇനി ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യുക, ഉമ്മാക്കൊന്ന് കാണിച്ചു കൊടുക്കി. ഷജറത്തുൻ എന്നുള്ളത് ഹാദിഹിയുടെ താഴെ എഴുതി കൊടുക്കുക, ആ ബോക്സിലാണ് എഴുതി കൊടുക്കേണ്ടത്. കുർസിയുൻ ഏതാണ് മക്കളെ? ഏതാണ്? ഹാദയിലാണോ ഹാദിയാണോ? തുന്നുണ്ടെങ്കിൽ ഹാദിയാണ്, തുന്നില്ലെങ്കിൽ ഹാദയാണ് അല്ലേ. അപ്പൊ കുർസി എന്നുള്ളത് ഹാദ കുർസിയുൻ, അതിന്റെ താഴെ എഴുതി കൊടുത്താൽ മതി. ഹാദാന്ന് എഴുതി കൊടുക്കണ്ട, കുർസി എന്ന് എഴുതി കൊടുത്താൽ മതി. ഹാദ മുകളിലുണ്ട്. സയ്യാറത്തുൻ ഏതാണ്? ഹാദിഹി ബിൻതുൻ. ബിൻതു എന്നുള്ളത് അതിന് നോക്കേണ്ട ആവശ്യമില്ല. ബിൻതു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ. സയ്യാറത്തുൻ കാറ്. ബിൻതു എന്നുള്ളത് എന്താണ്? കാറായതുകൊണ്ട് അല്ല, സയ്യാറത്തുൻ കാറായതുകൊണ്ടാണോ? അല്ല, അതിന്റെ അവസാനത്തിൽ തുന്നുണ്ട്. ഇവിടെ ബിൻതു എന്നുള്ളതിൽ ആ തുന്നില്ല, ഇവിടെ വേറെ തുന്നുള്ളത്. പക്ഷേ ബിൻതു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? മകള് എന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ എന്തായി? അത് ആണോ പെണ്ണോ? ആണാണോ? അല്ല, മകൾ എന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ പെണ്ണായി. അപ്പൊ പിന്നെ അവിടെ എന്ത് നോക്കണ്ട? പിന്നെ അവസാനം തുന്നുണ്ടോ ഇല്ലേന്ന് നോക്കണ്ട, ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കേണ്ടതില്ല. ഹാദിഹിയാണ്, ഹാദിഹി ബിൻതുൻ. അപ്പോൾ അവിടെ ബിൻതു എന്നുള്ളത് താഴെ എഴുതി കൊടുക്കുക, ഹാദിഹിയുടെ താഴെ എഴുതി കൊടുക്കുക. ദീക്കുൻ എന്ന് പറഞ്ഞാൽ എന്താ? പൂവൻ കോഴി അല്ലേ. പൂവൻ കോഴിയാകുമ്പം ദീക്കുൻ അത് ആണാണ്, ഹാദയുടെ കുളത്തിലാണ് എഴുതി കൊടുക്കുക. ഇബ്നുൻ മകനേതാ? അത് ഹാദയാണ് അല്ലേ. ദജാജത്തുൻ പിടക്കോഴി, മുട്ടക്കോഴി അല്ലേ. മുട്ടക്കോഴി എന്താണ്? പിടക്കോഴിയാണ്, പെണ്ണാണ്. അതിൻ്റെ അവസാനം എന്തുണ്ട്? പെണ്ണാണ് എന്ന് മാത്രമല്ല, അതിൻ്റെ അവസാനത്ത് തുന്നുണ്ട്. അപ്പൊ ഹാദിഹി. അപ്പൊ അത് മനസ്സിലായോ അല്ലേ? ഇനി നോക്കി, താഴെയുള്ള ചോദ്യത്തിന് ഉത്തരം എഴുതാം. മാഹാദ ഇതെന്താണ്? മാഹാദിഹി ഇതെന്താണ്? മാഹാദ ഇതെന്താണ്? മാഹാദി ഇതെന്താണ്? രണ്ടും വ്യത്യാസം എന്താ? ഒന്ന് ആണും, ഇപ്പൊ പറഞ്ഞതുപോലെ ആണും പെണ്ണുമാണ്. കിതാബ് എന്നുള്ളതാണ് ഇവിടെ. പിന്നെ മാഹാദ മാഹാദിഹി, മാഹാദ മാഹാദിഹി എന്നല്ല അവിടെ വേണ്ടത്, മാഹാദ നട്ട വേണ്ടത്. അത് എന്താണ്? അവിടെ കൊടുത്ത് മാറിപ്പോയതാണ്. മാഹാദ അല്ലേ. പൂങ്കോഴിയാണ്. പൂങ്കോഴി ആകുമ്പോൾ ചോദിക്കേണ്ട എന്താണ്? ദീക്കുന്നവരുണ്ട് അല്ലേ. അപ്പൊ ദീക്കുന്നുള്ളത് ആണാണ്. അപ്പൊ മാഹാദ എന്ന വരണ്ട്, അത് നോക്കുക. മാഹാദ എന്നാണ് വരേണ്ടത്. അപ്പൊ അവിടെ മാഹാദ പുസ്തകത്തിനോട് നോക്കി, പുസ്തകത്തിന് എന്താ പറയാ? കിതാബുൻ. ഇങ്ങനെ ചോദിക്കുമ്പോൾ ഉത്തരം എഴുതാൻ വളരെ എളുപ്പമാണ്. അതൊന്ന് മക്കൾക്കൊന്ന് പറഞ്ഞു കൊടുക്കുക. മക്കളെ എന്ത് ചെയ്യുക? മനസ്സിലായ മക്കൾ എന്ത് ചെയ്യുക? ഉമ്മാക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. നാളെ പരീക്ഷയ്ക്ക് ഉഷാറായിട്ട് എഴുതണ്ടേ? ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അപ്പൊ മാഹാദ എന്ന് ചോദിച്ചാൽ ഉത്തരം എഴുതേണ്ട എങ്ങനെയാ അറിയാം മക്കളെ? അതിലെ മാ ഒഴിവാക്കി പിന്നെ എന്താ ഉണ്ടാവുക? ഹാദ. അപ്പൊ ആദ്യം അവിടെ ഹാദ താഴെ എഴുതി കൊടുക്കുക, ഹാദ. എന്നിട്ട് അതിന്റെ പേരെന്താ? ഹാദ ബുക്കുൻ. ബുക്കാണോ? കിതാബുൻ അല്ലെ. അറബിയിൽ എന്താ പറയാ? കിതാബുൻ. ഹാദ അവിടെ എഴുതി, മാ ഒഴിവാക്കിയിട്ട് ഹാദ എഴുതി കൊടുക്കുക, ഹാദ കിതാബുൻ. രണ്ടാമത്തോ മാഹാദിഹി ഇതെന്താണ്? ഇതെന്താ? അത് മാങ്ങയാണോ? അല്ലല്ലേ, പൂവല്ലേ. മാഹാദ ഇതെന്താണ്? ഇത് പൂവാണെന്ന് എങ്ങനെ പറയാ? മാ ഒഴിവാക്കി കൊടുത്തിട്ട് എന്ത് ചെയ്യുക? ഹാദിയോടെ എഴുതി കൊടുക്കുക. ആദ്യം എഴുതി കൊടുത്തേക്ക് ഒരു പേപ്പറിൽ എന്ത് ചെയ്യുക? ഉമ്മാക്ക് എഴുതി കൊടുക്കുക, ഹാദിഹി പൂവൻ. പൂവാണോ? ഈ പേര് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? പൂവെന്ന് എഴുതി കുടിച്ചാൽ ഇട്ടാ നമുക്ക് ഏതാളുടെ രൂപമെങ്കിലും മനസ്സിലാവുമല്ലോ. പിന്നീടൊക്കെ എന്ത് ചെയ്യും? നമുക്ക് ഉപകരിക്കും. പേര് അറിയാത്തതിന്റെ പേരെന്ത് ചെയ്യുക? മലയാളത്തിൽ അറിയില്ലേ? പൂവാണെന്ന് അറിയാം. അതിന് അറബിയിൽ എന്താ പറയാ? ഹാദിഹി സഹ്റത്തുൻ. ഹാദി എന്ന് എഴുതി കൊടുത്തിട്ട് സഹ്റത്തുൻ എഴുതി കൊടുക്കുക അതിന് കൂടെ. ഇത് പൂവാണ്, അല്ലെങ്കിൽ ഇതൊരു പൂവാണ്. മാ ഹാദ. അടുത്ത് കണ്ടില്ലേ? എന്താ ചെയ്യേണ്ടേ? മാ ഒഴിവാക്കി ഹാദ എഴുതി കൊടുക്കുക. ആദ്യം അവിടെ ഹാദ എഴുതി കൊടുക്കുക, എന്നിട്ട് അതിന്റെ പേര് ആലോചിക്കുക. ഹാദ ബൈത്തുൻ. ഹദ ബൈത്തുൻ എഴുതി കൊടുക്കുക, ഹദ ബൈത്തുൻ. ഇനിയോ മാ ഹാദയാണ് അല്ലേ. അവിടെ പറഞ്ഞു ഞങ്ങളുടെ ഞാൻ മാ ഹാദിയാണെങ്കിൽ എന്താ വരേണ്ടത്? അവിടെ പിടക്കോഴിയാണ്, മുട്ടക്കോഴിയാണ് വരേണ്ടത്. അപ്പൊ ഞാൻ അവിടെ മുട്ടക്കോഴി ആണെങ്കിൽ ഇങ്ങനെ എഴുതാ മാ ഹാദിഹി എന്നായിരിക്കും ചോദ്യം അല്ലെ. ഉത്തരം എഴുതലിങ്ങനെ ഹാദിഹി ദജാജത്തുൻ. മേലെ പറഞ്ഞു ദജാജത്തൊക്കെ പറഞ്ഞോടെ. ഹാദിഹി ദജാജത്തുൻ. ഇവിടെ മാറിയത് കൊണ്ട് എന്ത് ചെയ്തണം? അവിടെ മാ ഹാദയാണുള്ളത് അല്ലേ. അപ്പൊ ഹാദാ ദീക്കുൻ. ഏത് വന്നാലും നമുക്ക് എഴുതണം. അത് ക്വസ്റ്റ്യൻ അവിടെ എന്ത് ചെയ്യാം? ചെറിയൊരു നിലക്ക് മാറിപ്പോയതാണ് കേട്ടോ. അപ്പൊ മാ ഹാദിഹി അല്ല, മാ ഹാദി എന്നല്ല, മാ ഹാദ അല്ലേ. ഹാദാ ദീക്കുൻ. ഹാദാ ദീക്കുൻ. മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ് നല്ല ഉഷാറായിട്ട് എഴുതാം.
നോക്കി അൻത അൻതി ഉപയോഗിച്ചുകൊണ്ട് പൂർത്തിയാക്കാനുള്ളതാണ്. വളരെ എളുപ്പമാണ് അല്ലേ? ഉസ്താദ് പറയാണ് അന ഉസ്താദുൻ, ഞാൻ ഉസ്താദാണ്. ഉസ്താദ് പറഞ്ഞെന്താണ്? ഞാൻ ഉസ്താദ്. അപ്പൊ ഞാനാണ് വോയിസ് വിടുന്നത്, ഞാൻ അല്ലേ ഉസ്താദ്. അന ഉസ്താദുൻ അല്ലെ, അന ഉസ്താദുൻ. ആ ഫോട്ടോത്തിലുള്ളതാണ് ആ ഉസ്താദ പറയുന്നത്. അന ഉസ്താദ്, ഞാൻ ഉസ്താദാണ്. ഇനി മോനെ ചൂണ്ടിയിട്ട് പറയാണ് നീ ആൺകുട്ടിയാണ്, നീ മകനാണ് അല്ലേ? അപ്പൊ എങ്ങനെ പറയണേ? അൻതയാണോ അൻതിയാണോ? അൻത എന്നുള്ളത് നീ, അൻതി എന്ന് പറഞ്ഞാലും നീ. പക്ഷെ അൻതന്ന് ആരോടാ പറയാ? ആൺകുട്ടിയോടാണ് പറയുക അല്ലെ? അൻത ഇബ്നു, നീ ആൺകുട്ടിയാണ്. നീ അൻത അബുൻ, നിങ്ങള് ഉപ്പയാണ് അല്ലേ? അൻത ഇബ്നുൻ, നീ ആൺകുട്ടിയാണ്. അൻത ദാരിസുൻ, നീ വിദ്യാർത്ഥിയാണ്, പഠിക്കുന്നവനാണ് അല്ലേ? ഇങ്ങനെ എന്തും പറയാം. അൻത ആണിനോടാകണം, ഒരാണിനോടായിരിക്കണം അൻത. പെണ്ണിനോടാകുമ്പോൾ അൻതി എന്ന് പറയാം. അൻത ഇബ്നുൻ. ഇനി ഉസ്താദ് പെൺകുട്ടീനോട് പറയാം നീ പെൺകുട്ടിയാണ്. അൻതി ബിന്തുൻ, അൻതി ബിന്തുൻ. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്, മാറാൻ പാടില്ല. അപ്പൊ ഏത് വന്നാലും എഴുതി കൊടുക്കണം. ഇനി അവിടെ എന്ത് ചെയ്യും? ചിലപ്പം തിരിച്ചു തരും. എങ്ങനെ തിരിച്ചു തരാ? ഉസ്താദ് പറയാണ് അന ഡാഷ്. അപ്പൊ എന്ത് ചെയ്യാ? അന അവിടെ ബാക്കി ചെയ്ത ഉസ്താദുൻ. അവിടെ എന്ത് ചെയ്യണേ? പിന്നെ എന്ത് ചെയ്ത? അൻത ഡാഷ് ഇബ്നുൻ, അൻത ഡാഷ് ബിന്തുൻ. അവിടെ ഒക്കെ എന്ത് എഴുതി കൊടുക്കുക. ഇനി ഇതിന്റെ പേര് എഴുതാനുള്ളതാണ്. പേര് അറിയില്ല നമുക്ക്. എന്താണ്? മൗസുൻ. പിന്നെന്താണ് അതിന്റെ പേര് മാത്രം എഴുതിയാൽ മതി കേട്ടോ. മൗസുൻ കഴിഞ്ഞാല് പിന്നെ താഴെയുള്ളത് എന്താണ്? പൂച്ചയാണ്. അണ്ണാനാണോ? അല്ല, പൂച്ചയാണ്. പൂച്ചക്ക് എന്താ പറയാ? ഹിറത്തുൻ. പിന്നെ അനാനാസുൻ. പിന്നെ ഉള്ളതോ പേന. പേനക്ക് എന്താ പറയാ? പേന എന്നാണോ? അല്ല, കലമുൻ. അപ്പൊ 4 പേരും കിട്ടി. ഇനിയോ പിന്നെ അനസഹ്റത്തുൻ. കണ്ടില്ലേ? അതിന്റെ അർത്ഥം ഏതാണ്? അനസഹ്. അന എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ നമുക്കറിയാം? അന, ഞാൻ. അപ്പൊ ഞാൻ എഴുതി കൊടുക്കുക സഹ്റത്തുൻ. എന്താണ്? ഞാൻ പൂവാണ്, അല്ലെങ്കിൽ ഞാനൊരു പൂവാണ്. ഞാൻ പൂവാണെന്ന് എഴുതിയാൽ മതി അല്ലേ? ഞാൻ പൂവാണ്, അല്ലെങ്കിൽ ഞാനൊരു പൂവാണ്. അടുത്ത ഹാദാ മാഞ്ച, ഇത് മാങ്ങയാണ്, ഇതൊരു മാങ്ങയാണ്, ഇത് മാങ്ങയാണ്. ഇനി വേറെ പേര് വരും. ഹാദാ അനാനാസുൻ, ഇത് പൈനാപ്പിൾ ആണ്. ഞാൻ ഹാദി വെച്ചിട്ടൊരു ഹാദിഹി സഹ്റത്തുൻ, ഇത് പൂവാണ്. ഏത് വന്നാലും നമുക്ക് എഴുതാൻ കിട്ടണം. ഹാദാ എന്ന് പറഞ്ഞാൽ ഇത്, അന എന്ന് പറഞ്ഞാൽ ഞാൻ, അൻത എന്ന് പറഞ്ഞാൽ അൻത, അൻതി എന്ന് പറഞ്ഞാൽ നീ. അതൊക്കെ ഓർമ്മയിലുണ്ടാകണം. ഏത് വന്നാലും നമുക്ക് എഴുതാൻ കിട്ടണം. ആദ്യം അന എന്നുള്ളത് എഴുതുക, അതിൻ്റെ അർത്ഥം എഴുതുക. എന്നിട്ട് സഹ്റത്തുൻ എന്നുള്ളത് എന്തായ? അതിൻ്റെ സഹ്റത്തുനിന്ന് എന്താ? പൂവ്. ഞാൻ പൂവാണ്. ആരാ പറയല്? നമുക്ക് പറയാൻ പറ്റുമോ? ഞാൻ പൂവാണെന്ന് പറയാൻ പറ്റുമോ? ഞാൻ അല്ലേ? പൂവ് പറയുകയാണെങ്കിൽ ഞാൻ പൂവാണെന്ന് പറയാം. പൂവ് പറയുകയാണെങ്കിൽ അല്ലേ? ഇനിയിപ്പോൾ ഞാൻ അല്ലേ? അന മുഹമ്മദുൻ, ഞാൻ ആരാണ്? മുഹമ്മദാണ്. നമുക്ക് എന്ത് ചെയ്യാം? നമ്മളെ പേര് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ പേര് പറയാം. അന മുഹമ്മദുൻ. മക്കളെ എല്ലാവരും എന്ത് ചെയ്യാം? കമൻറ്റിലായിട്ട് നിങ്ങളെ പേര് അറബിയിൽ എഴുതാം. അറബിയിൽ എഴുതാം, ഇംഗ്ലീഷിൽ എഴുതാം. അന മുഹമ്മദുൻ അല്ലേ? അന സയ്യിദുൻ. ഇതൊക്കെ എന്ത് ചെയ്യുക? അവിടെ എഴുതി കൊടുക്കുക. അന യാസീനുൻ. അങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഓരോന്ന് എഴുതുക, നമുക്ക് എഴുതി കൊടുക്കുക ഇൻഷാ അല്ലാഹ്. ഇനി അടുത്തത് അറബി ആക്കാനുള്ളതാണ്. നീ ആൺകുട്ടിയാണ്. നീ എന്നുള്ളതിന് എന്താ പറയാ? അൻത അല്ലേ? ആൺകുട്ടി ആയതുകൊണ്ടാണ് അൻത എന്ന് പറഞ്ഞത്. പെൺകുട്ടിയാണെങ്കിൽ അൻതി എന്ന് പറയാം. നീ ആൺകുട്ടിയാണ്. നീ എന്നുള്ളതിന് അൻത. ആൺകുട്ടിക്ക് മേലെ ഇഷ്ടം പോലെ പറഞ്ഞു. ഇബ്നുൻ, അൻത ഇബ്നുൻ. ഞാൻ വിദ്യാർത്ഥിയാണ്. ഞാൻ എന്നുള്ളത് എന്താ പറയാ? അൻതയാണോ? അല്ല. ഹാദയാണോ? അതുമല്ല. അന. മാറാൻ പാടില്ല. അന വിദ്യാർത്ഥി എന്നോ? ഞാൻ വിദ്യാർത്ഥി. അന ദാരിസുൻ, അന ദാരിസുൻ. ഞാൻ വിദ്യാർത്ഥിയാണ്. ഇനി പെൺകുട്ടിയാണ് പറയുന്നെങ്കിലോ? ഞാൻ വിദ്യാർത്ഥിനിയാണെന്ന് ഇങ്ങനെ പറയാ. അന ദാരിസത്തുൻ. ഒക്കെ നമ്മൾ പഠിച്ചതാണ്. നല്ല ഉഷാറായിട്ട് എഴുതുക മക്കളെ.
നമ്മുടെ ഈ ചാനലിൻ്റെ പേരെന്താ നിങ്ങൾക്ക് ശ്രദ്ധിച്ചില്ലേ? മദ്രസ ഖുർആൻ പഠന സഹായി എന്ന്. ഉമ്മാക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. രക്ഷിതാക്കളൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ മുതിർന്ന ആളുകൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റിയ ചെറിയ ചെറിയ ക്ലാസ്സുകളിലൂടെ വിശുദ്ധ ഖുർആൻ്റെ പാരായണം പഠിക്കാൻ പറ്റിയ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഈ വീഡിയോ ഒക്കെ എന്ത് ചെയ്യുക, കഴിവിൻ്റെ പരമാവധി ഉപകരിച്ചുവെങ്കിൽ കൂട്ടുകാർക്ക് എന്ത് ചെയ്യുക, കുടുംബ ഗ്രൂപ്പുകളിലേക്ക് എന്ത് ചെയ്യുക, അയച്ചു കൊടുക്കുക. ലൈക്ക് കാര്യങ്ങളൊക്കെ കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നല്ല ഉഷാറായിട്ട് ഈ ക്ലാസ് ഞാൻ തൽക്കാലം പരീക്ഷയോടനുബന്ധിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനം ചെയ്യാവുന്ന നിലക്ക് അപ്ലോഡ് ചെയ്തതാണ്. നമ്മൾ പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാറില്ല. നമ്മളധികവും വിശുദ്ധ ഖുർആൻ്റെ ക്ലാസ്സാണ്. ഖത്മുൽ ഖുർആൻ തുടക്കം മുതലുള്ള ക്ലാസ്സുകളൊക്കെ ലഭ്യമാണ്. താഴെയുള്ള നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്ത ഗ്രൂപ്പുകളുണ്ട്. ഇൻഷാ അല്ലാഹ്.